ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ വ്ളോഗ് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നമ്മുടെ പൂച്ച അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂച്ച മാത്രമല്ല, ഒരുപാട് പൂച്ചകൾ നമ്മുടെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കറുത്തപൂച്ച. നിങ്ങൾ കടിക്കാണെന്ന് വിശാലമായിട്ട് കടിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളപ്പൂച്ച വാതിലിന് കാവലാണ്. വാതിലിന് കാവലാതി നിൽക്കുക. വാതിൽ തുറന്നു കഴിഞ്ഞാൽ കേട്ട് കാരണം വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ അകത്തേക്ക് കിടക്കും. അത് മാത്രമല്ല, തണുത്ത സ്ഥലം എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കിടക്കും. അമ്മയും മക്കളും തണുത്ത സ്ഥലം എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കിടക്കും. പക്ഷെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ദോഷം സംഭവിക്കും. പിന്നെ വൃത്തികേടാവും അതൊക്കെ. അതുകൊണ്ടാണ് അകത്തേക്ക് കടക്കാത്തത്. നിങ്ങൾക്ക് ആവില്ല ഒന്ന് ഇതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ സംഭവം എന്താ, ഇരത്തേടി പിടിക്കുക, എന്നിട്ട് അതിന് പിടിച്ച് തിന്നുക. മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് അമ്മ പൂച്ചകൾ എന്ത് ചെയ്യും, ഇരനെ തേടി തിന്നും. അത് അകത്തായാലും പുറത്തായാലും രണ്ടും കണക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ പൂച്ചകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. സെപ്പറേറ്റ് ഒരു ഭക്ഷണം ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. അപ്പം അത് ഇരിക്കുന്നത് സ്റ്റോർ റൂമിലാണ്. അപ്പോൾ സ്റ്റോർ റൂമിന് എന്ത് ചെയ്യും, അവിടെ നിന്ന് എടുത്ത് ഞാൻ ഈ ഇവിടെ നിലത്ത് അല്ലെങ്കിൽ പാത്രമില്ലേ അതിനുള്ളിൽ ഇട്ട് കൊടുക്കും. വലിയ കോമഡി കേസ്. വാതിൽ തുറന്നു കഴിഞ്ഞാലേ എന്താ ചെയ്യാന്ന് ഒരു പിടുത്തില്ല. വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആ തുറക്കണ വരെ ഇവിടെ വന്നിരിക്കും. ഈ വാതിലിൻ്റെ അവിടെ തുറന്നു കഴിഞ്ഞാൽ ഒറ്റ കിടക്കില്ല. തുറന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞില്ലേ, ഒന്നും രണ്ടും മൂന്നും ഉണ്ട് ചില സമയത്ത്. ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു തീറ്റ വെച്ചിട്ടുണ്ട്. തീറ്റ ബക്കറ്റിനാണ്, ചെറിയൊരു ബക്കറ്റുണ്ട്, ഒരു പാത്രം പോലെ സംഭവം, ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. അപ്പം അതിനുള്ളിലാണ് തീറ്റ. അത് ഇവിടെ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം. വാതിൽ തുറക്കുന്ന സമയത്ത് ഇവർക്ക് കഴിക്കാനായിട്ട് ആ ഒരു ഭക്ഷണം കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, സ്റ്റോറിൽ പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ പാത്രത്തിൻ്റെ ആക്കിയിട്ട് കൊടുക്കും. കൊടുക്കുമ്പോൾ ഗൈസ്, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഗൈസ് എവിടെ നിന്നാന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും മാത്രമല്ല ആ സമയത്ത് വേറൊരു കാടമ്പൂച്ച എത്തും. വേറെ കാടമ്പൂച്ചയാണ് എത്തുക ഗൈസ്. ഞാൻ നേരത്തെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ
ഓ, ചാകരയാണ്, ചാകര. അവിടെ നിന്ന് ഇവിടുന്നാണ് ഓരോ പൂച്ചയുടെ വരവ്. കാരണം ഈ തീറ്റ ഈ ഇറച്ചി ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ്. ഈ കടമാവ് ഇറച്ചിയും പിന്നെ വേറെ ചില ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു നേരത്തെ ആ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഊട്ടി വരും. എവിടെ നിന്നാണെന്ന് അറിയാം. എനിക്ക് മണത്തൊക്കെ കണ്ടുപിടിക്കാനുള്ള ശേഷി ഇവർക്കുണ്ട്. തീറ്റയ്ക്ക തീറ്റ 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 ഉണ്ടില്ലേ? തീറ്റയ്ക്ക് വേണ്ടിയിട്ടാ കേസേ. എൻ്റെ കൂട്ടുകാരെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാ അങ്ങനെ നടക്കണം. വ്ളോഗ് ചെയ്യണ കാരണം തീറ്റ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഇവര് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഗെയ്സ്. ഞാൻ സ്റ്റോറിൽ പോയിട്ട് ഞാൻ തീറ്റ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ വീടിൻ്റെ മുൻവശത്ത് ഞാൻ നിലത്ത് ഇട്ട് കൊടുത്തു. ഞാൻ രണ്ട് പൂച്ചകൾ വേഗം എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയി. കാരണം വലിയ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ ചെറിയ പൂച്ചകൾ വരെ അങ്ങനെ ഓടി പോകും. ഇവർ രണ്ടുപേര് ചിലപ്പോഴാണ് ഓടി പോകുള്ളൂ. കാണാ കണ്ടോ ഗെയ്സ്? പ്രത്യേകിക്കും അത്രയ്ക്ക് ആസ്തിയ എവിടുന്ന് വരാന്ന് അറിയില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ ചീറ്റും. ചെറുതിന് പേടിയാ. പേടിന്ന് പറഞ്ഞാൽ അത്രയും പേടി. വിളിച്ചില്ല. അത്രയ്ക്ക് പേടി ചെറുതിന്. നമ്മൾ എരിഞ്ഞിട്ട് കൊടുത്താലേ എരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല.
എത്ര വരുന്നത് അറിയില്ല ഗൈസ്. വിശന്നിട്ട് ഇത്ര ഉള്ളൂ. നിർത്താൻ ഗൈസ്. അപ്പോൾ നമുക്കിനി